Hi friends, എല്ലാവർക്കും ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സിമ്പിൾ മാജിക് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് വിഷ്വൽ കാർഡ് മാജിക് ട്രിക്സ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2-3 ഷീറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന രണ്ട് സിമ്പിൾ ട്രിക്സ് ആണിത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നമുക്ക് നേരെ മാജിക്കിലേക്ക് പോകും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇപ്പോൾ ഉള്ളത് ഒരു 8 ഹാർട്സിൻ്റെ കാർഡാണ്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ആദ്യത്തെ മാജിക് പെർഫോം ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്പം ടഫാന്ന് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യം മാജിക് പെർഫോം ചെയ്യാം, അതിനുശേഷം ട്രിക്ക് കാണിക്കാം. അപ്പോൾ 3, 2, 1 സ്റ്റാർട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെഡ് കാർഡ് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കാർഡായി മാറിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി ഈ ഒരു മാജിക്കിൻ്റെ പിന്നിലെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു മാജിക്കിൻ്റെ പിന്നിലെ ട്രിക്ക് വളരെ സിമ്പിളാണ്. ആദ്യമേ കണ്ടു കഴിയുമ്പോൾ അല്പം ടഫാന്നൊക്കെ തോന്നും, പക്ഷേ 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ ഈ ഒരു ട്രിക്കിനായിട്ട് ആദ്യമേ ഇതുപോലത്തെ 2 കാർഡ്സ് എടുക്കണം. അതിനുശേഷം ഈ 2 കാർഡ്സും ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് പിടിക്കുക. ഇനി ഈ ഒരു മാജിക് വർക്കൗട്ട് ആക്കുന്നത് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ രണ്ട് വിരലുകൾ കൊണ്ട് കാർഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ മാജിക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ മാജിക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചൂണ്ട് വിരൽ അല്പം ലൂസാക്കണം. അപ്പോൾ തന്നെ വീഡിയോ കാണും പോലെ നമ്മുടെ മിഡിൽ ഫിംഗർ കൊണ്ട് ഫ്രണ്ടിലത്തെ ആ ഒരു കാർഡ് വലിച്ച് ബാക്കിലോട്ട് മാറ്റണം. ഇതുപോലെ ബാക്കിലെ കാർഡ് അങ്ങനെ ഫ്രണ്ടിൽ വരണം. ഇതാണ് ഇതിൻ്റെ പിന്നിലെ ട്രിക്ക്. ചിലർ ഈ ഒരു മാജിക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അവർ ഈ ഒരു ട്രിക്ക് ചെയ്യുമ്പോൾ ഈ 2 ഫിംഗറും ഒരുമിച്ച് താഴോട്ട് വലിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാജിക് വർക്കൗട്ട് ആവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാർഡ് ഇതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ചൂണ്ടുവിരൽ മാത്രം ലൂസാക്കി, ചൂണ്ടുവിരൽ അവിടെ നനക്കാൻ പാടില്ല. എന്നിട്ട് മിഡിൽ ഫിംഗർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ആ ഒരു കാർഡ് ഇതുപോലെ വലിച്ച് ബാക്കിലോട്ടാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ ട്രിക്ക്. അപ്പോൾ ഈ ഒരു മാജിക്ക് നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മാജിക്കിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു മാജിക്ക്. അപ്പോൾ ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ആ ഒരു മാജിക്ക് ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ആ ഒരു മാജിക്കിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ എൻ്റെ ഉള്ളത് ഒരു 4 സ്പേഡ്സ് ആണ്. ഇപ്പോൾ അത് 2 ഹാർട്സായി മാറി. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു മാജിക്കിൻ്റെ മേൽ രഹസ്യം ഈ ഒരു 2 ഹാർട്സിൻ്റെ 2 റെഡ് കാർഡ്സും ഈ ഒരു 4 സ്പേഡ്സിൻ്റെ ബ്ലാക്ക് കാർഡുമാണ്. അപ്പോൾ ഈ 2 റെഡ് കാർഡ്സും ഒരുമിച്ച് വെച്ച ശേഷം അത് ബ്ലാക്ക് കാർഡിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ പിടിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ട്രിക്ക് പെർഫോം ചെയ്യാം. ഞാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2 സ്റ്റെപ്സ് ആയിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിലുള്ള ഈ ഒരു റെഡ് കാർഡ് മാത്രം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മാജിക്കിലെ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിലുള്ള ആ ഒരു ബ്ലാക്ക് കാർഡിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ഫിംഗർ കൊണ്ട് വലിച്ച് ബാക്കിലോട്ട് മാറ്റുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ 2 സ്റ്റെപ്പുകൾ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാജിക് വിജയിക്കും. ഞാനപ്പോൾ ഒന്നുകൂടി ഈ 2 സ്റ്റെപ്പുകൾ കാണിച്ചുകൊണ്ട് ഈ ഒരു ട്രിക്ക് ഒന്ന് പെർഫോം ചെയ്യാം. ആ ഒരു ബ്ലാക്ക് കാർഡ് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മാജിക്കിൻ്റെ പിന്നിലെ ട്രിക്ക്. അപ്പോൾ ഈ 2 മാജിക്കുകളും പെട്ടെന്ന് കാണിച്ച് അവസാനിപ്പിക്കേണ്ട 2 ട്രിക്കുകളാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു മാജിക് ചെയ്ത ശേഷം കുറേ നേരത്തേക്ക് ഓഡിയൻസിന് മുമ്പിൽ ഈ കാർഡുകളും പിടിച്ച് നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഈ കാർഡുകളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊള്ളാം. അപ്പോൾ ഈ 2 മാജിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you.